കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. ഈ പ്രഭാതത്തിലെ നിന്നെ നാഥനും രക്ഷകനുമായി ഏറ്റുപറഞ്ഞുകൊണ്ട് കൈകുപ്പി ശിരസ് നമിച്ച് നിൽക്കുന്ന ഓരോ മകൻ്റെ മേലും മകളുടെ മേലും അങ്ങനെ ആണിപ്പെടുതാർന്ന വലതു കരത്താൽ ആശീർവദിക്കണം പ്രാർത്ഥിക്കുന്നു. അടിപ്പിണർ പോലെ വൈദാക്കാലം പോലെ ദൈവികമായ ശക്തി നിൻ്റെ ഹൃദയത്തിലേക്ക് ഉച്ചമുള്ളംകാലം വരെ ഇറങ്ങട്ടെ. എല്ലാ കോശങ്ങളും പേശികളും രക്തഞരമ്പുകളിലും ശരീരകോശങ്ങളും കർത്താവിൻ്റെ രക്തം നിറയട്ടെ. മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ, ജീവിത ദുരിതങ്ങളെ യേശു ക്രിസ്തു നാമത്തിൽ മാറിപ്പോകട്ടെ. നീ ഇന്ന് എവിടെയെല്ലാം സഞ്ചരിക്കുന്നുവോ, ആരോടെല്ലാം സംസാരിക്കുന്നുവോ, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുവോ, ഏതെല്ലാം ചർച്ചകളിലും സമ്മേളനം പങ്കെടുക്കുന്നുവോ, എന്തെല്ലാം തീരുമാനങ്ങൾ എത്തിച്ചേരുന്നുവോ, ആ തീരുമാനങ്ങളെല്ലാം കർത്താവിൻ്റെ പരിശുദ്ധാത്മാ നയിക്കപ്പെടുകയും കർത്താവിൻ്റെ വിശുദ്ധ രക്തത്താൽ സീൽ ചെയ്യപ്പെടുകയും ചെയ്യട്ടെ. അത് നടത്തിക്കാനുള്ള എടുത്ത തീരുമാനത്തെ നടത്തിക്കാനുള്ള ഇച്ഛാശക്തിയാൽ കർത്താവ് പരിശുദ്ധാത്മ നൽകിക്കൊണ്ട് നിന്നെ ബലപ്പെടുത്തട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ നിൻ്റെ യാത്രകൾ, നിൻ്റെ സംരംഭങ്ങൾ, നിൻ്റെ വിനിമയങ്ങൾ, നിൻ്റെ വ്യാപാരങ്ങൾ, നിൻ്റെ ഇടപഴകുകളെല്ലാം കർത്താവ് ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നീ ഇന്ന് അനുഭവിക്കുന്ന എന്തെങ്കിലും പ്രത്യേക പ്രതിസന്ധിയോ പ്രയാസമോ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന് എതിരാളിയായി നിൽക്കുന്ന വ്യക്തികളുടെ മേൽ കർത്താവിൻ്റെ വിശുദ്ധ രക്തം നൽകപ്പെട്ടിട്ട് അവന് അവൾക്ക് മനസ്സാന്തരം ഉണ്ടാവുകയും നിനക്ക് അനുകൂലമായ തീരുമാനം എടുക്കാൻ വേണ്ടി ദൈവം നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. എല്ലാ വിശുദ്ധന്മാരും മാലാഖമാരും രക്തസാക്ഷികൾ ഈ കാലങ്ങളിലൂടെ കൃപാസ് നടന്നിട്ടുള്ള 10,000-കണക്കിന് ആരാധനയുടെ ശക്തിയാൽ യേശു ക്രിസ്തു നാമത്തിൽ സ്നാനം ചെയ്യപ്പെടട്ടെ. And Lord Jesus Christ, pour out His Spirit, touch the fire fingers, soak with the precious blood. Lord, infuse His Spirit, infuse His Spirit of power and grace. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാള ദൈവശക്തിയാൽ നീ ഇന്നത്തെ ദിവസം ആശീർവദിക്കപ്പെടട്ടെ.